വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മലബാറിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റമുണ്ടാക്കാൻ പോകുന്ന ജില്ലകളിലൊന്ന് കോഴിക്കോടാണ്. കഴിഞ്ഞ തവണ കോഴിക്കോട് നിന്നും UDFന് 2 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് മുസ്ലിം ലീഗിനും മറ്റൊന്ന് RMPക്കുമാണ്. കോൺഗ്രസിന് 2001 ശേഷം ഈ ജില്ലയിൽ നിന്നും കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു MLA ലഭിച്ചിട്ടില്ല എന്നത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. എന്നാൽ ഇത്തവണ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെയധികം മാറി മറിഞ്ഞിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാലും അതിനുശേഷം 2025 ഡിസംബറിൽ ഏതാണ്ട് 3 മാസം മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിക്കഴിഞ്ഞാലും കോഴിക്കോട് ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് UDF സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും എന്ന കാര്യത്തിൽ UDFനും കോൺഗ്രസിനും യാതൊരു സംശയവുമില്ല. കോഴിക്കോട് കോൺഗ്രസിന്റെ DCC അധ്യക്ഷൻ കൂടിയിട്ടുള്ള K പ്രവീൺകുമാർ, അദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മികച്ച പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. ആകെയുള്ള 13 നിയമസഭാ സീറ്റുകളിൽ ഏതാണ്ട് 8 വരെ സീറ്റുകൾ ഇത്തവണ UDFന് നേടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അവിടെ ഇത്തവണ ഏറ്റവും അധികം ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നാദാപുരം. 1967 മുതലുള്ള ഒരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ LDFന്റെ കുത്തക മണ്ഡലമാണ്. CPI ആണ് LDFന് വേണ്ടിയിട്ട് അവിടെ മത്സരത്തിന് ഇറങ്ങുന്നത്. അത്തരമൊരു മണ്ഡലത്തിൽ ഇത്തവണ UDF ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നു. അത് വെറുതെയല്ല, അതിൻ്റെതായ അടിസ്ഥാനപരമായിട്ടുള്ള ചില തെളിവുകളുണ്ട്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അതിനുണ്ട്. അവിടെ അട്ടിമറി വിജയം തങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന UDFന്റെ ആത്മവിശ്വാസത്തിന് അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, കാരണങ്ങളുമുണ്ട്. എന്തായാലും ഇത്തവണ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് UDFന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള മുൻപ് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന KM അഭിജിത്ത് ആണ്. CPIക്ക് വേണ്ടിയിട്ട് അവിടെ P വസന്തം എന്ന് പറയുന്ന ഒരു പുതുമുഖം വനിത അവിടെ രംഗത്തിറക്കുകയാണ് CPI ചെയ്യുന്നത്. ഒപ്പം തന്നെ വിപിൻ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ BJPയും അവിടെ രംഗത്തിറക്കിയിരിക്കുന്നു. നാദാപുരം മണ്ഡലത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ വടകര താലൂക്കിൽപ്പെട്ട 10 പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് ഈ നാദാപുരം മണ്ഡലം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ 10 പഞ്ചായത്തുകളിൽ LDFും UDFും 5 വീതം പഞ്ചായത്തുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 2020 അത് LDF 6ഉം UDF 4ഉമായിരുന്നു. അവിടെ നിന്നും ഒരു പഞ്ചായത്ത് കൂടി പിടിച്ചെടുക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5-5 എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴും അവിടെ ഏതാണ്ട് 4718 വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം UDFന് ഈ ഇടതു മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം UDFന് അനുകൂലമായിട്ട് മാറിയിരിക്കുന്നു. ഈ നാദാപുരം പഞ്ചായത്ത് ഉൾപ്പെടെ UDF ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. അവിടെ ഇത്തവണ പോരാട്ടത്തിനിറങ്ങുമ്പോൾ UDFന് തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളത്. KM അഭിജിത്തിനെ പോലെ ഒരു യുവ നേതാവ് അവിടെ രംഗത്തിറങ്ങുകയാണ്. ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ് അദ്ദേഹം. മാത്രവുമല്ല, KSU കാലത്ത് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലഘട്ടത്ത് KSUവിന്റെ സമര പോരാട്ടങ്ങളുടെ മുഖമായിരുന്നു. ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരിക്കുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹം എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെടുന്ന, ജനങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള, സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾക്കോട് എപ്പോഴും മുൻനിരയിൽ തന്നെ നിൽക്കുന്ന ഒരു യുവ നേതാവാണ്, ഒരു വൈബ്രന്റ് ആയിട്ടുള്ള നേതാവാണ്. ആർക്കും ഇഷ്ടപ്പെടുന്ന, ആരോടും പരിഭവങ്ങളില്ലാത്ത, പാർട്ടിയെ ഒരിക്കൽ പോലും എത്രത്തോളം താൻ അവഗണിക്കപ്പെട്ടാലും, ഏതൊക്കെ സ്ഥാനങ്ങൾ നിഷേധിക്കപ്പെട്ടാലും പാർട്ടിയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ വളരെ ശാന്തന സൗമ്യമായിട്ട് മുന്നോട്ട് പോകുന്ന, എന്നാൽ എല്ലാ സമരങ്ങളിലും മുന്നണി പോരാളിയായി നിൽക്കുന്ന KM അഭിജിത്ത് അവിടെ നാദാപുരത്ത് ഇതിനോടകം തന്നെ വലിയൊരു തരംഗം തീർത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറുവശത്ത് P വസന്തം മുൻപ് 2 തവണയും EK വിജയനായിരുന്നു അവിടുത്തെ, കഴിഞ്ഞ 3 തവണയും EK വിജയനായിരുന്നു അവിടുത്തെ MLA. എന്നാൽ 3 ടൈം നിബന്ധന CPI കർശനമായി നടപ്പിലാക്കുന്നതോടുകൂടി EK വിജയനെ മാറ്റിക്കൊണ്ടാണ് P വസന്തം മഹിളാ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷയാണ് P വസന്തം. ഒപ്പം തന്നെ മുൻ MLA ആയിട്ടുള്ള സത്യൻ മുഖേരിയാണ് P വസന്തത്തിന്റെ ഭർത്താവ്. അത്തരമൊരു നേതാവിനെയാണ് അവിടെ CPI രംഗത്തിറക്കുന്നത്. പക്ഷേ CPIയുടെ അത്തരമൊരു സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അവിടെ നാദാപുരത്ത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു CPIയുടെ പേരിൽ. അവിടെ ഇത്തരത്തിൽ ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിയിറക്കുന്ന വസന്തം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക്
ഇവിടുത്തെ ആത്മാവ് തൊട്ടറിയുന്ന ആളുകളെ മതി. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ബിനോയ് വിശ്വത്തിനെതിരെയും അതിരൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. ബിനോയ് വിശ്വത്തിന്റെ ആത്മ സൗഹൃദത്വമല്ല, മറിച്ച് നാദാപുരത്തിനെ അടുത്തറിയുന്ന, നാദാപുരത്തിന്റെ ആത്മാവ് തൊട്ടറിയുന്ന ആളുകൾ മതി തങ്ങൾക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവിടെ വ്യാപകമായിട്ട് പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുകയും ഈ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ രീതിയിൽ CPI-ക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളൊക്കെ ഉയരുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ പി വസന്തത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പാർട്ടിയിൽ തന്നെ വലിയൊരു അസംതൃപ്തി നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. LDF-ഉം UDF-ഉം നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത്. BJP-ക്ക് അവിടെ കാര്യമായിട്ടുള്ള യാതൊരു സ്വാധീനവുമില്ല, അവർക്ക് പ്രസക്തിയില്ല ഈ മത്സരത്തിൽ. 2016 മുതലുള്ള ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 2011 ഏതാണ്ട് 9,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് EK വിജയൻ ജയിക്കുന്നത്. എന്നാൽ 2016 വരുമ്പോൾ ആ ഭൂരിപക്ഷം 4,700, ഏതാണ്ട് പകുതിയോളമായിട്ട് ആ ഭൂരിപക്ഷം കുറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 4,000-ലധികമായിട്ട്, ഏതാണ്ട് 4,000-ലേക്ക് ആ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള വോട്ട് ഷെയറിലെ വ്യത്യാസം എന്ന് പറയുന്നത് 2016-ലായാലും 2021 നോക്കിക്കഴിഞ്ഞാലും ഏതാണ്ട് 3% താഴെയാണ്. 2-2.5% വ്യത്യാസം മാത്രമാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ തരംഗവും ഒപ്പം തന്നെ അവിടുത്തെ സിറ്റിംഗ് MLA-ക്കെതിരായിട്ടുള്ള ഒരു വികാരവും എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ അത് UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അടിത്തറ അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ ഒരു വശത്ത് CPI-ക്ക് വലിയ രീതിയിൽ തലവേദനയായിട്ട് അവിടെ നിൽക്കുന്നു. പി വസന്തത്തിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ ഇപ്പോഴും കഴിയാതെ നിൽക്കുകയാണ് CPI-യുടെ പ്രാദേശിക നേതൃത്വം. ആ സാഹചര്യത്തിലാണ് മറുവശത്ത് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന സർവ്വസമ്മതനായിട്ടുള്ള യുവ നേതാവ് KM അഭിജിത്ത് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശം ചെയ്തുകൊണ്ട് സമസ്ത മേഖലകളിലും പ്രചരണം ശക്തമായി കൊഴുപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. മാത്രവുമല്ല, അവിടെ ഈ നാദാപുരം എന്ന് പറയുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. നമുക്കറിയാം, വടകരയിലെ MP എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. ഇത്തവണ തന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച പ്രവർത്തനവുമായിട്ട് ഷാഫി പറമ്പിൽ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും ഈ പറയുന്ന നാദാപുരം, കുറ്റ്യാടി, വടകര, കൊയിലാണ്ടി പോലെയുള്ള, പേരാമ്പ്ര പോലെയുള്ള കോഴിക്കോട് ജില്ലയിലെ ഈ 5 നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രചരണങ്ങളെല്ലാം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം KM അഭിജിത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഷാഫി പറമ്പിൽ നടത്തിയ ഒരു പ്രസംഗം വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. അദ്ദേഹം ഈ KM അഭിജിത്ത് സമരങ്ങളുടെ സമയത്തൊക്കെ തന്നെ പല സമരങ്ങളിലും അദ്ദേഹം ഏറ്റിട്ടുള്ള കൊടിയ മർദ്ദനങ്ങൾ, പോലീസ് മർദ്ദനങ്ങളുടെ ഒക്കെ തന്നെ ഒരു വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ അഭിജിത്തിനെ സദസ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ തനിക്ക് വേണ്ടിയല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ആരോഗ്യം പോലും നോക്കാതെ അത്തരത്തിൽ കൊടിയ മർദ്ദനങ്ങൾക്കിരയായിട്ടുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന KM അഭിജിത്ത്. അത്തരത്തിൽ അന്ന് ഷാഫി പറമ്പിൽ നടത്തിയ ഒരു പ്രസംഗം അത് ശരിക്കും ഈ KM അഭിജിത്ത് ആരാണ് എന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്ന ഒന്നുകൂടിയായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു നേതാവ് അവിടെ മുന്നിലുണ്ട്. KM അഭിജിത്തിന് വേണ്ടിയിട്ട് ഷാഫി പറമ്പിലിനെ പോലെ ഒരു നേതാവ്, കേരളത്തിലെ തന്നെ ഏറ്റവും ക്രൗഡ് പുള്ളറായിട്ടുള്ള, ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ MP ആയിട്ടുള്ള ഈ ഷാഫി പറമ്പിൽ അവിടെ ഇങ്ങനെ KM അഭിജിത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതൊക്കെ തന്നെ പരിഗണിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം UDF-ന് ഇത്തവണ ഉണ്ടാക്കാൻ കഴിയും. മാത്രവുമല്ല, മലബാറിൽ ഇത്തവണ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാർ വിരുദ്ധ തരംഗത്തിനൊപ്പം തന്നെ വലിയ രീതിയിലൊരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ UDF-ന് അനുകൂലമായിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു അട്ടിമറി ഉണ്ടായാലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുകയാണെങ്കിൽ അവിടെ പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ പോലും ബഹുഭൂരിപക്ഷവും UDF-ആണ് നേടിയിരിക്കുന്നത്. ഏറെക്കാലത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണം UDF പിടിച്ചിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ മുന്നേറ്റം, വലിയൊരു തരംഗം UDF-ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തരംഗത്തിന്റെ അലയൊലികൾ ഇനിയും കോഴിക്കോട് അവസാനിച്ചിട്ടില്ല. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും തുടരും. അതിൽ നാദാപുരവും ഉണ്ടാകും. നാദാപുരത്ത് ഈ ഇടതുപക്ഷത്തിന്റെ ആ ഒരു അപ്രമാദിത്വം തകർത്തെറിഞ്ഞുകൊണ്ട് KM അഭിജിത്ത് അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച് കയറും. മൂവർണ്ണ കൊടി അവിടെ പാറിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.